നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബ് ടെക്നോളജീസ് ആണ്. എന്താണ് വെബ് ടെക്നോളജീസ്? എല്ലാവരും ഡേ ഇൻ ലൈഫിൽ കാണുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഗൂഗിൾ ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെന്ന് ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് 3 ഫണ്ടമെന്റൽസ് യൂസ് ചെയ്തിട്ടാണ്. ഈ 3 ഫണ്ടമെന്റൽസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് HTML, സെക്കൻഡ് CSS, തേർഡ് JavaScript. ഈ HTML എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് HTML. CSS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൈല്, ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ്, പിന്നെ വിഡ്ത്ത്, അങ്ങനെ വിഷ്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ CSS യൂസ് ചെയ്തു. അടുത്തത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ഇൻട്രാക്ഷൻ, ആക്ഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, ഒരു സ്കെലിറ്റന്റെ പിക്ചർ. ഈ സ്കെലിറ്റൻ എന്നുള്ളത് നമ്മൾ HTML ആയിട്ട് എടുക്കാം. ഇതൊരു സ്ട്രക്ചർ അല്ലേ. അടുത്തത് CSS എന്ന് വെച്ചാൽ ആ സ്കെലിറ്റൻ നമ്മൾ എന്താ കളറും അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് CSS, സ്റ്റൈലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ CSS. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്കെലിറ്റനെ നമ്മൾ മനുഷ്യനാക്കിയിട്ട് അതിന് ആക്ഷൻസ് കൊടുക്കും, ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നു, അതൊക്കെ JS. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ഏത് ടൂൾസും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് VS കോഡും നോട്ട് പാഡും ആണ്. ഓക്കെ, ഇൻട്രൊഡക്ഷനിലേക്ക് വരാം. ഓക്കെ, വെബ് ടെക്നോളജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രെയിംവർക്ക് ആണ്. ഫ്രെയിംവർക്കിൽ യൂസ് ചെയ്യുന്നതാണ് വെബ് ഡെവലപ്മെന്റ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞ പോലെയാണ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. ഇവ ഉപയോഗിച്ച് നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വെബ് ഡെവലപ്മെന്റ്. ഓക്കെ, അടുത്ത് നമുക്ക് HTML വരാം. എന്താണ് HTML എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മൈൻഡ് വരിക? ഓക്കെ, അത് ഞാൻ പറയാം. അത് കഴിഞ്ഞ് നമുക്ക് HTML എന്താണെന്ന് നോക്കാം. HTML ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഓഫ് ഡോക്യുമെന്റ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വെബ്സൈറ്റിലെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഡോക്യുമെന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അതൊക്കെയാണ് HTML. അടുത്ത് HTML എന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. HTML എന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഇറ്റ് ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ്. മാർക്കപ്പ് ലാംഗ്വേജ് വെച്ചാൽ എന്താ? ഞാൻ മേളിൽ പറഞ്ഞു, HTML എന്ന് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇറ്റ് മീൻസ് പർപ്പസ്, സ്ട്രക്ചർ ഓഫ് കണ്ടന്റ്. നമ്മൾ വെബ്സൈറ്റിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ, അതിന്റെ കണ്ടന്റ് ക്രിയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെഡിങ് കൊടുക്കാനും അതിന്റെ സൈസ്, അതൊക്കെ. പിന്നെ നമ്മൾ HTML ഡിഫൈൻ ചെയ്യുന്ന ഓരോ പേജ് സ്ട്രക്ചർ വെച്ചിട്ടാണ്. ഒരു വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഡിഫറെന്റ് പേജസ് ഉണ്ട് HTML-ന്. അടുത്ത ഡോമിലേക്ക് വരാം. ഡോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ. പക്ഷെ എന്താ, HTML ഡോക്യുമെന്റ് യൂസ് ചെയ്താണ്